എല്ലാവർക്കും i+ന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേറ്ററ്റ് സൈക്കോളജിയുടെ നമ്മളൊരു റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിയാലോ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം സൈക്കോ അനലിറ്റിക്കൽ തിയറി പ്രകാരം ജന്മവാസനകളുടെയും പ്രാകൃത വികാര വിചാരങ്ങളുടെയും ഉറവിടമായ വ്യക്തിത്വ ഘടകം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? സൈക്കോ അനലിറ്റിക്കൽ തിയറി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരുടെ? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക്കൽ തിയറി എന്ന ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ എന്താണ് ക്വസ്റ്റ്യൻ? ജന്മവാസനകളുടെയും പ്രാകൃത വിചാര വികാരങ്ങളുടെയും ഉറവിടമായ വ്യക്തിത്വ ഘടകം. എത്ര വ്യക്തിത്വ ഘടകങ്ങളാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്? പ്രധാനമായിട്ട് എത്ര എണ്ണമാണ് പറയുന്നത്? 3 എണ്ണമാണല്ലേ. ഏതൊക്കെയാണ്? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഏതൊക്കെയാണ്? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഇത്, അഹം, അതുപോലെ അത്യഹം. 3 എണ്ണമാണ് ആര് പറയുന്നത്? സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്ന വ്യക്തിത്വ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് നോക്കിയാലോ. ഏതാണ്? ഇതാണ് അല്ലേ. എന്താണ്? ജന്മവാസനകളുടെയും പ്രാകൃത വികാര വിചാരങ്ങളുടെയും ഉറവിടമായ വ്യക്തിത്വ ഘടകം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ഉത്തരം? ഇതാണ് ഉത്തരം. എന്താണ് ഇതെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കിക്കേ, ഇതെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിസ്ഥാന ആവശ്യങ്ങളും ജൈവവാസനകളുമാണ്. എന്താണ്? അടിസ്ഥാന ആവശ്യങ്ങളും ജൈവവാസനകളും. അതായത് ഒരു കുട്ടി ജനന സമയം മുതൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ അതാണ് ഒരു കുട്ടിക്ക് അടിസ്ഥാനപരമായ ആവശ്യങ്ങളില്ലേ. അതിന് ഇന്നത് വേണം, അതിന് എന്താ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ ഇന്നത് കിട്ടണം, അങ്ങനെയല്ലേ ഒരു കുട്ടി ആവശ്യപ്പെടുന്നത്. അതാണ് അടിസ്ഥാന ആവശ്യങ്ങൾ. അതുപോലെ ജൈവവാസനകൾ, അതിന് വന്നിട്ടുള്ള വാസനകൾ എന്തൊക്കെയാണ്, അതെല്ലാം ഉൾപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഇതെന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? അഹം, ഈഗോ. എന്താണ്? യാഥാർത്ഥ്യത്തെ പരിഗണിക്കുന്നു. യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് എന്ത് പറയുന്നത്? ഈഗോ പറയുന്നത്. പിന്നെന്താണ്? സൂപ്പർ ഈഗോ, ധാർമ്മിക മൂല്യങ്ങൾ, അതുപോലെ ശരി തെറ്റ് ബോധം, അതിനെപ്പറ്റിയൊക്കെ പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? അത്യഹം അല്ലെങ്കിൽ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. എന്താണ്? ഇതെന്ന് പറയുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ കുട്ടിക്കൊരു ചോക്ലേറ്റ് വേണം, ജനന സമയം തൊട്ടെന്നാണ് പറയുന്നത് ഇതിനകത്ത്. അപ്പോൾ എന്താണ്? ഒരു കുട്ടിക്ക് ചോക്ലേറ്റ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണോ എന്നൊരു ചോദ്യം അതിന് ഉണ്ടോ? ഇല്ല, അത് വേണം എന്നല്ലേ പറയത്തുള്ളൂ. അപ്പോൾ അത് നിർബന്ധമായിട്ടും എനിക്ക് കിട്ടിയിരിക്കണം, ആ ഒരു ഇതാണ് ഇതിനകത്ത് പറയുന്നത്. അതാണ് അടിസ്ഥാന ആവശ്യങ്ങൾ, അതിന് കിട്ടണം. അതാണ് ഇതെന്ന ഭാഗത്ത് പറയുന്നത്. എന്നാൽ ഈഗോ ആവുമ്പോഴോ, ഒരു ചോക്ലേറ്റ് കിട്ടണം, പക്ഷെ എന്ത് ചെയ്യുന്നു? അത് യാഥാർത്ഥ്യത്തിനും കൂടെ എന്ത് ചെയ്യുന്നു? പരിഗണിക്കുന്നുണ്ട്. ഇപ്പം ചോക്ലേറ്റ് എൻ്റെ കയ്യിലുണ്ട്, എനിക്കിപ്പോൾ തിന്നാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണ് ഈ ഒരു സാഹചര്യം? ഇപ്പം ഒരു ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ എന്താണ്? ചോക്ലേറ്റ് തിന്നാൻ ആഗ്രഹം തോന്നുകയാണ്, പക്ഷേ ഈ ക്ലാസ്സിലിരുന്ന് തിന്നാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ കുട്ടി എന്ത് വിചാരിക്കും? ക്ലാസ് കഴിയുമ്പോൾ കഴിക്കാം, അങ്ങനെ വിചാരിക്കാം. അപ്പോൾ യാഥാർത്ഥ്യത്തിന് ഒരു പരിഗണന കൊടുക്കുന്നു. അതാണ് ഈ ഈഗോ അല്ലെങ്കിൽ അഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? സൂപ്പർ ഈഗോ, ധാർമ്മിക മൂല്യങ്ങൾ, ശരി തെറ്റ് ബോധം. അത് നമ്മുടെ പേരൻസിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. എന്തെന്ന് പറയുന്നത്? ഈ മൂല്യങ്ങളൊക്കെ അല്ലേ, ശരി തെറ്റ് ബോധമൊക്കെ. ഇപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ തന്നെ വെച്ച് നോക്കിയേ. ആരെങ്കിലും ഒരു ചോക്ലേറ്റ് അവിടെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാളുടെ പേനയോ പെൻസിലോ അവിടെ ഇരിക്കുകയാണ്, ഞാനത് അയാളോട് ചോദിക്കാതെ എടുക്കാൻ പാടുണ്ടോ? അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? അത് ചോദിച്ചിട്ടല്ലേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ആ കുട്ടിയുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ എന്താണ്? അതാണ് ധാർമ്മിക മൂല്യങ്ങൾ അല്ലെങ്കിൽ ശരി തെറ്റ് ബോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞേ? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ വ്യക്തിത്വ ഘടകങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കി, ഇതിനകത്ത് ഷോർട്ടായിട്ടൊന്ന് പറയുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് എന്താണ്? പ്ലഷർ, ആഗ്രഹത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെന്താ? ഈഗോ, റിയാലിറ്റി, യാഥാർത്ഥ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അതുപോലെ സൂപ്പർ ഈഗോ എന്താണ്? ധാർമ്മികത, മൊറാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഇത് ഇത്ര ഓർത്ത് വെച്ചാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. അടുത്ത നോക്കി, വിമർശനാത്മക ചിന്തയുമായി പൊരുത്തപ്പെടാത്തത് ഏതെന്നാ? എന്താണ് വിമർശനാത്മക ചിന്ത? ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലേ. അതുമായിട്ട് പൊരുത്തപ്പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ഓപ്ഷൻസ് നോക്കാം. ശരി ഉത്തരങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുക. പിന്നെന്താണ്? കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഉയർന്ന പരിഗണന നൽകുക. കുട്ടികളുടെ പ്രതികരണങ്ങൾക്ക് വിശദീകരണം ആവശ്യപ്പെടുക. കുട്ടികളുടെ ബുദ്ധിപരമായ ജിജ്ഞാസയെ പ്രോത്സാഹിപ്പിക്കുക. ക്രിട്ടിക്കൽ തിങ്കിങ് ആണല്ലേ. ഡയറക്റ്റ് ആൻസറിലേക്ക് പോവാണോ? അല്ല, ക്രിട്ടിക്കൽ തിങ്കിങ്. അപ്പം അതുമായിട്ട് പൊരുത്തപ്പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയാലോ. ഏതാണ്? ശരി ഉത്തരങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുക. അത് ശരിയായ രീതിയാണോ? അല്ല, കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് പഠിപ്പിച്ചല്ലേ
അങ്ങനെയാണ് പോവേണ്ടത് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന ആശയം. പക്ഷെ ഇവിടെ എന്താണ്, ശരി ഉത്തരങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുക. അത് തെറ്റല്ലേ? ക്രിട്ടിക്കൽ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അനുയോജ്യമല്ലാത്ത കൈത്താങ് ഏതാണ്? സ്കഫോൾഡിങ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയേ. കുട്ടിക്ക് സൂചനകൾ നൽകി സഹായിക്കുക, സ്വയം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും സ്വയം ആശയം രൂപീകരിക്കുന്നതിന് സഹായിക്കുക, കുട്ടിക്ക് ശരിയായ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്താണ് കൈത്താങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കുട്ടികൾക്കൊരു സ്കഫോൾഡർ, ഒരു സഹായം കൊടുക്കുന്നു, ഒരു കൈത്താങ് കൊടുക്കുന്നു. ആരാണ് സ്കഫോൾഡർ? ഒരു ടീച്ചർ ആവാം, ഒരു പേരന്റ് ആവാം, ഒരു പിയർ ഗ്രൂപ്പ് ആവാം, അല്ലെ? ആരാണോ കൈത്താങ് കൊടുക്കുന്നത് അത് സ്കഫോൾഡർ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്കഫോൾഡിങ് അല്ലെങ്കിൽ കൈത്താങ് എന്ന് പറയുന്നത്. ഇതെന്താണ്? കുട്ടിക്ക് സൂചനകൾ നൽകി സഹായിക്കുന്നു, അതൊരു കൈത്താങ്ങല്ലേ? ശരിയാണ്. പിന്നെന്താണ്? സ്വയം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, അതും കുട്ടിയെ കൊണ്ട് തന്നെ പഠിപ്പിക്കുമല്ലേ, അപ്പൊ അതും ശരിയാണ്. പിന്നെന്താണ്? ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും സ്വയം ആശയം രൂപീകരിക്കുന്നതിന് സഹായിക്കുക, അതും കുട്ടിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള കാര്യമല്ലേ, അപ്പൊ അതും ശരിയാണ്. പിന്നെന്താണ്? കുട്ടിക്ക് ശരിയായ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഡയറക്റ്റ് ആശയങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്, അത് ശരിയാണോ? സ്കഫോൾഡിങ്ങുമായി ബന്ധപ്പെട്ടതാണോ? നോക്കാം ആൻസർ ഏതാന്ന്. അതാണല്ലേ കൈത്താങ്ങിന് അനുയോജ്യമല്ലാത്തതാണ് ഡയറക്റ്റ് ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അല്ലേ? ഈ സ്കഫോൾഡിങ് എന്നുള്ള ആശയം ആരുടേതായിരുന്നു? വൈഗോട്സ്കിയുടെ ആയിരുന്നു, അല്ലെ? വൈഗോട്സ്കിയുടെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടേം ഉണ്ടല്ലോ, എന്താണ്? ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. എന്താണ്? ഒരു കുട്ടിക്കൊരു സഹായം കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താണോ കൊടുത്തേക്കുന്ന ടാസ്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്? MKO എന്നൊരു ടേം കൂടി ആര് പറയുന്നുണ്ട്? വൈഗോട്സ്കി പറയുന്നുണ്ട്. എന്താണ്? മോർ നോളജബിൾ അതേഴ്സ്. ആരാണ്? കുട്ടിയെക്കാട്ടിൽ കൂടുതൽ അറിവുള്ളവർ. ആർക്കാണോ കൂടുതൽ അറിവോ കഴിവോ കുട്ടിയെക്കാളിലുള്ളത്, അല്ലെങ്കിൽ കുട്ടിയെ സഹായിക്കാൻ പറ്റുന്നത്, അവരെയാണ് എന്തെന്ന് പറയുന്നത്? മോർ നോളജബിൾ അതേഴ്സ് എന്നതുകൊണ്ട് ആരുദ്ദേശിക്കുന്നത്? വൈഗോട്സ്കി പറയുന്നത്. എന്താണ്? MKO. എന്താണ്? MKO, മോർ നോളജബിൾ അതേഴ്സ്. അത് ആരൊക്കെ ആവാം? പേരൻസ് ആവാം, ടീച്ചേഴ്സ് ആവാം, പിയർ ഗ്രൂപ്പ്സ് ആവാം. ഈ സ്കഫോൾഡിങ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് ഒരു ചെറിയ സഹായം കൊടുക്കുന്നു, അതൊരു പരിധി വരെ, പിന്നീട് എന്ത് ചെയ്യുക? കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക എന്നതും ആര് പറയുന്നുണ്ട്? വൈഗോട്സ്കി പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ചാക്രിയ രീതിക്ക് ഉദാഹരണം എന്താണ്? സ്പൈറലിങ്ങിന് ഉദാഹരണം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ. സംഖ്യാബോധം പൂർണ്ണമായി പഠിച്ച ശേഷം സങ്കലനം, പിന്നീട് വ്യവകലനം, തുടർന്ന് ഭിന്നസംഖ്യ. അടുത്ത നോക്കിയേ. ആദ്യം അനുഭവങ്ങൾ, പിന്നീട് പ്രതീകങ്ങൾ, തുടർന്ന് ചിത്രങ്ങൾ, അതിനുശേഷം ഭാഷ. നെക്സ്റ്റ്, സംഖ്യാബോധവും സങ്കലനവും വ്യവകലനവും ഒക്കെയായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നു. നെക്സ്റ്റ് എന്താ? ആദ്യം വ്യക്തിഗത പ്രവർത്തനം, പിന്നീട് സംഘപ്രവർത്തനം, തുടർന്ന് ക്ലാസ് പ്രവർത്തനം, അതിനുശേഷം അവതരണം. ആദ്യം എന്താണ് സ്പൈറലിംഗ് എന്ന് പഠിക്കുക. ഓക്കെ, എന്താണ് സ്പൈറലിംഗ്? ആരാണ് ഈ ആശയം കൊണ്ടുവന്നത്? സ്പൈറലിംഗ് എന്ന ആശയം ബ്രൂണറുടെ ആണല്ലേ. സ്പൈറലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ആശയത്തെ കൂടുതൽ ആഴത്തിൽ പഠിച്ച് ലളിതമായതിൽ നിന്നും സങ്കീർണതയിലേക്ക് പഠിക്കുക. ഓക്കെ, ലളിതമായതിൽ നിന്നും സങ്കീർണതയിലേക്ക് പഠിക്കുക. ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ഉദാഹരണം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം. സംഖ്യാബോധവും സങ്കലനവും വ്യവകലനവും ഒക്കെയായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നു. ഇതൊക്കെ എന്താന്ന് നോക്കിയേ. സംഖ്യാബോധം പൂർണ്ണമായി പഠിച്ച ശേഷം സങ്കലനം, പിന്നീട് വ്യവകലനം, തുടർന്ന് ഭിന്നസംഖ്യ, അങ്ങനെയാ പറഞ്ഞേ. പക്ഷെ സ്പൈറലിങ്ങിന് അങ്ങനെയാണോ? എല്ലാം കൂടെ ഒരുമിച്ചാണ്. പക്ഷെ ലളിതമായതിൽ നിന്നും എന്താണ്? സങ്കീർണതയിലേക്ക് ഒരു വിഷയത്തെ ആഴത്തിൽ പഠിക്കുന്നു. അതാണ് സംഖ്യാബോധവും സങ്കലനവും വ്യവകലനവും ഒക്കെയായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നു. അതാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? സ്പൈറലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു പുതിയ കണ്ടന്റ് പഠിക്കുന്നു, അതിനെ നമ്മൾ കൂടുതൽ റിവൈസ് ചെയ്യുന്നു, അതിൽ മാസ്റ്ററി എടുക്കുന്നു, ലളിതമായതിൽ നിന്നും സങ്കീർണതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നോക്കിക്കേ, ഒരു പ്രൈമറി സ്റ്റേജിൽ ഇപ്പോൾ ഒരു മാത്സിന്റെ തന്നെ നോക്കാം. ഭിന്നസംഖ്യകളെ പറ്റി ഇപ്പോൾ 1/2, 1/4 എന്നൊക്കെ ഒരു കുട്ടി പഠിക്കുന്നത് ഏത് സമയത്താണ്? ഒരു പ്രൈമറി ലെവലിലായിരിക്കും ഒരു കുട്ടി എന്ത് പഠിക്കുന്നത്? 1/2, അതുപോലെ 1/4, ഇതൊക്കെ എന്താണ്?
ഭിന്നസംഖ്യകൾ കുട്ടി ഒരു പ്രൈമറി ലെവലിൽ പഠിക്കുന്നു. പിന്നീട് ഒരു കുറച്ചും കൂടെ വലുതാവുമ്പോൾ ഒരു സെക്കൻഡറി സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് തമ്മിലുള്ള അഡിഷൻ സബ്ട്രാക്ഷൻ ഒക്കെ കുട്ടി പഠിക്കുന്നു അല്ലേ. തുടക്കം തന്നെ പഠിക്കുന്നുണ്ടോ? തുടക്കത്തിൽ എന്താണ് ഭിന്നസംഖ്യകൾ എന്ന് ആ കുട്ടി അറിയുന്നു. പിന്നെന്ത് ചെയ്യുന്നു, ഇത് തമ്മിലുള്ള സബ്ട്രാക്ഷനും അതുപോലെ അഡിഷനും ഒക്കെ ആ കുട്ടി പഠിക്കുന്നു. പിന്നീട് കുറെ കൂടെ ലെവലാകുമ്പോൾ അതിൽ മാസ്റ്റർ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിൽ ഡെസിമൽ ഫോമുകളുണ്ട്, അതുപോലെ പേഴ്സൻറ്റേജ് ഉണ്ട്, അതൊക്കെ കണ്ടുപിടിക്കാൻ കുട്ടി പഠിക്കുന്നു അല്ലേ. ഡയറക്റ്റ് നമ്മളങ്ങ് പോയതാണോ, മാസ്റ്ററിലേക്ക് പോയതാണോ? അല്ല, ലളിതമായതിൽ നിന്നും സങ്കീർണതയിലേക്ക് പോയി ആ ഒരു വിഷയത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഴത്തിൽ പഠിക്കുന്നു. അതാണ് എന്തെന്ന് ബ്രൂണറുടെ സ്പൈറലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിട്ടിയില്ലേ? നെക്സ്റ്റ് നോക്കിക്കോ. സമ്മാനങ്ങളും പ്രശംസയും പഠനം പ്രബലപ്പെടുത്തുന്നു. ഏത് പഠന നിയമമാണ് ഇവിടെ കൂടുതൽ പ്രസക്തം? ഓപ്ഷൻസ് നോക്കിക്കോ. ഫല നിയമം, അഭ്യാസ നിയമം, സന്നദ്ധതാ നിയമം, ശ്രമ പരാജയം. ലോ ഓഫ് ഇഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് റെഡിനെസ്, ട്രയൽ ആൻഡ് എറർ. സമ്മാനങ്ങളും പ്രശംസയും പഠനം പ്രബലപ്പെടുത്തുന്നു. ഏത് പഠന നിയമമാണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ഏതാണിത്? ഏത് ആരുടെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? തോണ്ടൈക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലേ. അതിനകത്ത് എത്ര നിയമങ്ങൾ പറയുന്നുണ്ട്? 3 നിയമങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെ? ഫല നിയമം, അഭ്യാസ നിയമം, സന്നദ്ധതാ നിയമം. അതിൽ സമ്മാനങ്ങളും പ്രശംസയും ഏത് നിയമത്തിൻ്റെ ഭാഗമാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് നിയമത്തിൻ്റെ ഭാഗമാണ് നോക്കിയാലോ? ഏത് നിയമത്തിൻ്റെ ഭാഗമാണ്? ഫല നിയമത്തിൻ്റെ ഭാഗമാണ്. ഏതെന്ന് പറയുന്നത്? സമ്മാനങ്ങളും പ്രശംസയും അല്ലേ. എന്തെങ്കിലും സമ്മാനം കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടീച്ചറോ അല്ലെങ്കിൽ പേരൻസ് ഒക്കെ ഇന്ന മാർക്ക് മേടിച്ചാൽ അല്ലെങ്കിൽ ഫസ്റ്റ് മേടിച്ചാൽ എന്ത് ചെയ്യുക, സമ്മാനങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യും, പഠിക്കാനുള്ള ആഗ്രഹം കൂടും അല്ലേ. തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യും, ആഗ്രഹം കുറയും. അതാണ് കൂടുതൽ ഫലം പ്രതീക്ഷിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടും കൂടുമെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്, ഫല നിയമത്തിലൂടെ തോണ്ടൈക്ക് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? അഭ്യാസ നിയമം. അഭ്യാസ നിയമം എന്ന് പറഞ്ഞാൽ ലോ ഓഫ് എക്സസൈസ്, ആവർത്തന നിയമം എന്നും പറയും. എന്താണ് ആവർത്തന നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിനകത്ത് തന്നെയുണ്ട്. കൂടുതൽ നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്നു, കൂടുതൽ റിവൈസ് ചെയ്യുന്നു അല്ലേ. നമ്മൾ എത്രത്തോളം ആവർത്തിച്ച് പഠിക്കുന്നു അത് നമ്മളുടെ മനസ്സിൽ നിൽക്കുമെന്നല്ലേ. അപ്പോൾ എത്രത്തോളം ആവർത്തിച്ച് റിവൈസ് ചെയ്യുന്നോ അത് നമ്മളുടെ അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യുന്നു, നമുക്കത് ഒരിക്കലും മറന്നു പോകാത്ത വിധത്തിലേക്ക് നമ്മുടെ മനസ്സിൽ പതിയും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എത്രത്തോളം ആവർത്തിച്ച് ചെയ്യുന്നോ അതിൻ്റെ റിസൾട്ടും അതുപോലെ ആയിരിക്കും. പിന്നെന്താണ്? സന്നദ്ധതാ നിയമം, ലോ ഓഫ് റെഡിനെസ്. എന്തിനാണ്? നമ്മളെല്ലാം പഠിക്കാൻ റെഡിയാണ്. അപ്പം എന്ത് ചെയ്യും, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണെങ്കിലും പാടുള്ള ടോപ്പിക്കാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അതിന് സന്നദ്ധരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും അല്ലേ. അത് പാടുള്ളതാണ്, ഇനി പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മളതിനെ മാറ്റി വെക്കുവാണെങ്കിൽ പിന്നെ അതിനെ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ സന്നദ്ധരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് നേടിയെടുക്കാൻ പറ്റും. അതാണ് ലോ ഓഫ് റെഡിനെസ്, സന്നദ്ധതാ നിയമം കൊണ്ട് ആരുദ്ദേശിക്കുന്നത്? തോണ്ടൈക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പം 3 നിയമങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഫല നിയമം, അഭ്യാസ നിയമം, അതുപോലെ സന്നദ്ധതാ നിയമം. അഭ്യാസ നിയമത്തെ ആവർത്തന നിയമം എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ശ്രമപരാജയ സിദ്ധാന്തമാണ്. എന്താണ്? ട്രയൽ ആൻഡ് എറർ തിയറിയാണ്. ആരുടെയാണ്? തോണ്ടൈക്കിൻ്റെയാണ്. അപ്പോൾ 3 നിയമങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ് കൃത്യമായിട്ട് നോക്കി വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സീരീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.